ഹലോ, ഇന്ന് മയണൈസാണ് ഉണ്ടാക്കുന്നത്. മയണൈസിന് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വൈറ്റാണ് ഞാൻ എടുക്കുന്നത്. വേണമെങ്കിൽ മുട്ടയുടെ യെല്ലോയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് മുട്ടയുടെ വൈറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് 2 മുട്ടയുടെയും വൈറ്റ് മാത്രമാണ് എടുക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ട് ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി, പിന്നെ 1 പിഞ്ച് ഉപ്പ്, 1 പിഞ്ച് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇത്രയും കൊണ്ട് നമുക്ക് മയണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എഗ്ഗ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ലേശം പൊട്ടിച്ച് മാറ്റുക. അതിൻ്റെ വൈറ്റ് മാത്രം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കറക്കി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 മുട്ടയുടെയും വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഞാൻ ഒഴിക്കുകയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ നാരങ്ങ നീര് തന്നെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ ചെറിയൊരു വെളുത്തുള്ളി അതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുകയാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അടപ്പ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മിക്സി എപ്പോഴും റൈറ്റ് സൈഡോട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് അരച്ചെടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മളിത് അരയ്ക്കുന്നത്. നമ്മളെപ്പോഴും മിക്സി യൂസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും വയ്ക്കുക, ഓഫ് ചെയ്യുക. നല്ല പാല് പോലുള്ള ഒരു മിശ്രിതം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആദ്യം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അത് ഒത്തിരി ക്രീമി ആയിട്ടില്ല, വീണ്ടും പാല് പോലെ ഇരിക്കുകയാണ്. നമ്മൾ വീണ്ടും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സൺഫ്ലവർ ഓയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ 1 മുട്ടയ്ക്ക് ഞാൻ ആദ്യം 1/4 ഗ്ലാസ് ഒഴിച്ചു. നമ്മൾ 2 മുട്ടയുടെ വൈറ്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ ഉപ്പൊക്കെ നമുക്ക് പാകമാണോ എന്നൊന്ന് നോക്കാം. ഇതിൽ ജസ്റ്റ് 1 നുള്ളു പഞ്ചസാരയുടെ കുറവുണ്ട്, അതും കൂടെ ഇടാം നമുക്ക്. ഒരിക്കൽ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മയണൈസ് മേക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്